പക്ഷെ ഒരാൾക്ക് തന്നെ 8ഉം 10ഉം റിലേഷൻഷിപ്പ് ഉണ്ടായി അതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ഒരു പുരുഷന് ഒരുപക്ഷെ ആ ഒരു സ്ത്രീകളോടൊന്നും കമ്മിറ്റഡ് ആവാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെ അവന് തന്നെ പല കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെ അവന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ബ്രേക്കപ്പ് ആയി പോയേക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹിതരായ പുരുഷന്മാർ മറ്റ് സ്ത്രീകളുടെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവാഹിതരായ പുരുഷന്മാർ മറ്റ് സ്ത്രീകളെ വലയിട്ട് പിടിക്കുന്നു? എന്തുകൊണ്ട് അവരെ ട്രാപ്പിൽ പെടുത്തുന്നു? ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് പറയണം, സംസാരിക്കണം എന്നായിരുന്നു കുറെ പേർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് വേറൊരാൾ പറയും. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ അദ്ദേഹം പറയും. ഒന്ന് കേട്ടു നോക്കൂ. അർത്ഥം അവർക്ക് ഒരാളിൽ തൃപ്തിപ്പെടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അവിടെ തന്നെ നമുക്കറിയാം, ഒരു ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു ഡ്രസ്സ് മേടിക്കാനായിട്ട് നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര ഷോപ്പ് ചെയ്താലും മതിയാവത്തില്ല. കാരണം പുതിയ പുതിയ ഐറ്റംസ് നമ്മളിങ്ങനെ ഡ്രസ്സുകൾ, പ്രോഡക്റ്റുകളൊക്കെ കാണുന്നു. അപ്പൊ നമ്മൾ വീണ്ടും അതിങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഒരാൾക്ക് തന്നെ 8ഉം 10ഉം റിലേഷൻഷിപ്പ് ഉണ്ടായി അതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ ഒരു പുരുഷന് ഒരുപക്ഷെ ആ ഒരു സ്ത്രീകളോടൊന്നും കമ്മിറ്റഡ് ആവാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെ അവന് തന്നെ പല കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്, അല്ലെ അവന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ബ്രേക്കപ്പ് ആയി പോയേക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അയ്യോ അവളെ വേണ്ട, അടുത്തത് അതിനെ കാണുമ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ പോകുന്ന സ്വഭാവമുള്ളവരായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ ഒരുപാട് റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പൊ പലരുടെയും പാസ്റ്റിലോട്ട് നമ്മൾ വെറുതെ അങ്ങ് അവഗണിച്ചു വിടാൻ പറ്റുന്ന പാസ്റ്റ് അല്ല. ചിലരുടെ പാസ്റ്റിൽ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ റിലേഷൻഷിപ്സിനെ കുറിച്ച് അവരിപ്പോഴും അതൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെ കുറിച്ച് ഓർത്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ചിലരാണെങ്കിൽ ആ ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പിലെ തന്നെ പാർട്ട്ണറിനെ ഇപ്പോഴും വളരെയധികം കമ്പനി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അധികം വൈകാതെ നിങ്ങളുമായിട്ടും ഇവർ ബ്രേക്കപ്പ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളും ഇവരുടെ ഒരു പാസ്റ്റിലെ ഒരു പ്രണയകഥം മാത്രമായിട്ട് മാറാനും ഇടയുണ്ട് എന്നുള്ളതാണ്. അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന എല്ലാ പെൺകുട്ടികളോട്, സ്ത്രീകളോട്, യുവതികളോടൊക്കെ ഉമാര് കയറി അങ്ങ് ഫ്ലിർട്ട് ചെയ്യും എന്നുള്ളതാണ്. ചിലരെ കണ്ടിട്ടില്ല, ഏത് പെൺകുച്ചിനെ കണ്ടാലും വായി നോക്കും, നല്ല രീതിയിൽ ഫ്ലിർട്ട് ചെയ്യും. ഇപ്പൊ ചാറ്റിംഗ് ആണെങ്കിലും അവിടെയും കയറി ഫ്ലിർട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ അങ്ങനെ ഇപ്പൊ കൂട്ടുകാരോ സഹപ്രവർത്തകരോ എല്ലാവരോടും ഇങ്ങനെ ഫ്ലിർട്ട് ചെയ്ത് നടക്കുന്നവരുണ്ട്. ഇപ്പൊ സ്വന്തം പങ്കാളിയുടെ മുമ്പിൽ വെച്ച് തന്നെ, ഇപ്പം നിങ്ങളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനായിരിക്കും, അവൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മറ്റു പെൺകുട്ടികളോട് ഇങ്ങനെ വളരെയധികം ഫ്ലിർട്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വായി നോക്കുകയും ചെയ്യും. ഈ ചില പുരുഷന്മാർ ഒരു പടിയും കൂടെ കടന്നിട്ട് ഇങ്ങനെ പല പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ ഈ പങ്കാളിയോട് തന്നെ ആ പെൺകുട്ടികളെ കുറിച്ച് ഇങ്ങനെ അവരുടെ ശരീരത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നത് കാണാം. വർണ്ണിക്കുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ എൻജോയ് ചെയ്ത് അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അതല്ലെങ്കിൽ അവരെ പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥം ഇവൻ മറ്റ് സ്ത്രീകളെയൊക്കെ വല്ലാണ്ട് അങ്ങ് ആസ്വദിക്കുന്നുണ്ട്, അല്ലെ അവരെയൊക്കെ വായി നോക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ണർ ഉണ്ടെങ്കിലും അവൻ അതിൽ തൃപ്തനല്ല, മറ്റാ പെൺകുട്ടികളെ അവൻ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്ത്രീയില് ഈ പുരുഷൻ സംതൃപ്തനല്ല. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിലൊന്നും കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവന് അവൾ പോരാ, അവളുടെ ശരീരം പോരാ, അല്ലെ അവൾ ഭയങ്കര തടിച്ചിരിക്കുന്നു, അല്ലെ അവൾക്ക് പൊക്കം കുറവാണ്, അല്ലെ അവളെ കാണാൻ കൊള്ളത്തില്ല, അല്ലെ അവൾക്ക് കളർ കുറവാണ്, അല്ലെ മറ്റു സ്ത്രീകളെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യും. നിനക്ക് അവരെ പോലെ ഷേപ്പ് ഇല്ല, അല്ലെങ്കിൽ നീ കുറെ കൂടെ മെലിയണം, അല്ലെങ്കിൽ നിനക്കടെ ഭയങ്കര പ്രായം തോന്നുന്നു, ഭയങ്കര തടിച്ചിരിക്കുന്നു, നീ തടി കുറയ്ക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻസ് പറയാൻ തുടങ്ങും. നീ അങ്ങനെ ആയില്ലെങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ആയെങ്കിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിരന്തരം ഇവരെ ബോഡി ഷേമിങ് ചെയ്യുകയും ഇവരെ മറ്റു സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുകയും താഴ്ത്തി കെട്ടുകയും ഇവരിൽ ഒട്ടും തൃപ്തി ഇല്ല എന്ന് അവന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ പറയുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒക്കെ അർത്ഥം അവൻ ആ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങാൻ സാധിക്കുന്നില്ല, മറ്റു ആളുകളോടും താല്പര്യം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ പുറകെ പോകാനും സാധ്യതയുണ്ട്. ഒരു ഭാര്യ ഉള്ള പുരുഷൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ 100% അവൻ ചതിക്കും. അതായത് ചതിക്കുന്ന പുരുഷന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇത്. ഭാര്യ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി ഉള്ളപ്പോൾ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉള്ളപ്പോൾ മറ്റു പെൺകുട്ടികളെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയും പ്രപ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ചതിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം സ്വന്തം ഭാര്യയെ ചതിക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് അവൻ വരുന്നത്. അപ്പൊ ഭാര്യയായിട്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഉണ്ടായിരിക്കത്തില്ല അവരുടെ വീട്ടിൽ. അപ്പൊ ആ ഭാര്യയായിട്ട് ഒരുമിച്ച് താമസിക്കുമ്പോൾ നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് അവൻ പ്രലോഭിപ്പിക്കും. അയ്യോ അവളുണ്ടെങ്കിലും എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് ജീവനാണ്, നിന്നെ ഇട്ടിട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി വശീകരിച്ച് അവരെ സ്നേഹിക്കാൻ പോകും. അപ്പൊ അങ്ങനെ ഉള്ള ചതിയന്മാരുടെ കെണിയിൽപ്പെട്ട് വീണ് കിടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതിന്റെ അവസാനം അബദ്ധം പറ്റും. അവസാനം ഇവൻ അവന്റെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ കീഴിട്ടിട്ട് പോകും. അവൻ പറയും എനിക്ക് എന്റെ ഭാര്യ ഉണ്ട്, അവള് മതി, നിന്നോട് ആരെ അതിന്റെ ഇടയ്ക്ക് വന്ന് കയറാൻ എന്നുള്ള രീതിയിൽ അവളാവും പിന്നെ കുറ്റക്കാരി. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന പുരുഷന് ഒരു ഭാര്യ ഉണ്ടോ, ആ ഭാര്യയായിട്ട് സുഖമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന വ്യക്തിയാണോ, ഇനിയിപ്പോ അയാളൊരു
ഡിവോഴ്സ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും മനസ്സിലാക്കാം, ഓക്കെ, ആ രീതിയിലെങ്കിലും അതെടുക്കാം. പക്ഷെ ഒരു ഭാര്യയുടെ കുറിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവൻ ഉറപ്പായിട്ടും ചതിക്കും. കാരണം ഒരു സ്ത്രീയിൽ ഒതുങ്ങുന്ന പുരുഷനല്ല അവൻ. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ ചതിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണേ. അപ്പൊ നാളെ നിങ്ങളെ ചതിച്ചിട്ട് അവൻ അടുത്തയാളുടെ അടുത്തേക്കും പോകും. അന്യ സ്ത്രീ, കാരണം ഈ പുരുഷന്മാർ പലപ്പോഴും ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏതെടുത്താലും അവിടെ ഏതെങ്കിലും സ്ത്രീകൾ വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടുന്നു. അപ്പൊ അവരുടെയൊക്കെ ഇൻബോക്സിൽ പോയി കമന്റ് ഇടും, അയ്യോ നീ ഭയങ്കര സെക്സിയാണ്, സൂപ്പറാണ്, നല്ല ബോഡി ഷേപ്പ് ആണ്, നല്ല ഫിഗർ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് ഇടും. അതേ അവൻ തന്നെ അടുത്ത പെൺകുട്ടിക്ക് പോയി മെസ്സേജ് ഇടും. അതേ അവൻ തന്നെ ഇങ്ങനെ ഒരു 100 പെണ്ണുങ്ങൾക്ക് ഒരേ ദിവസം തന്നെ ഇവ മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ വന്നിങ്ങനെ സ്ത്രീകൾക്കൊക്കെ തുരിതുരാ കമന്റ് എല്ലാവരോടും ഇതേ കാര്യം തന്നെയായിരിക്കും ഇവന്മാർ പറയുന്നതും. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചേട്ടന്മാരിൽ നിന്ന് കമന്റ് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവന്മാരൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല ഇതുപോലെ 100 പെണ്ണുങ്ങൾക്ക് അയച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നത്. അപ്പൊ കരുതി ഇരുന്നാലും നമുക്ക് കൊള്ളാം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ ഇത്രയും വിശദമായി, ഇത്രയും മനോഹരമായി നിങ്ങളോട് എനിക്ക് പറയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും ഹൈപ്പും ഷെയറും ചെയ്യുക. താങ്ക് യു സോ മച്ച്.